Good morning, my dear students. In this video, we are discussing about the topic Network Address Translation, NAT, Network Address Translation. To access the internet, one public IP address is needed, but we can use a private IP address in our private network. അപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പബ്ലിക് IP അഡ്രസ്സ് ആവശ്യമാണ്. പക്ഷേ we can use a private IP address in our private network. പ്രൈവറ്റ് നെറ്റ്വർക്കിൽ നമുക്ക് പ്രൈവറ്റ് അഡ്രസ്സ് യൂസ് ചെയ്യാം. The idea of NAT is to allow multiple device to access the internet through a single public address. എന്തിനാണ് ഈ നാറ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഡിവൈസുകൾക്ക് ഈ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യണം ത്രൂ എ സിംഗിൾ പബ്ലിക് അഡ്രസ്സ്. ഒരു സിംഗിൾ ആയിട്ടുള്ള പബ്ലിക് അഡ്രസ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഡിവൈസുകൾക്ക് കണക്ഷൻ കൊടുക്കുക. ഓക്കെ, ടു അച്ചീവ് ദിസ് ദി ട്രാൻസ്ലേഷൻ ഓഫ് പ്രൈവറ്റ് IP അഡ്രസ് ടു എ പബ്ലിക് IP അഡ്രസ് ഈസ് റിക്വയർഡ്. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? ഒരു പ്രൈവറ്റ് IP അഡ്രസ്സിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം? പബ്ലിക് IP അഡ്രസ്സിലേക്ക് മാറ്റണം. നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് വൺ ഓർ മോർ ലോക്കൽ IP അഡ്രസ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു വൺ ഓർ മോർ ഗ്ലോബൽ IP അഡ്രസ് ആൻഡ് വൈസ് വേഴ്സ ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ഇൻ്റർനെറ്റ് ആക്സസ് ടു ദി ലോക്കൽ ഹോസ്റ്റ്. അപ്പോൾ ഈ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ ലോക്കലായിട്ടുള്ള IP അഡ്രസ്സിനെ ഗ്ലോബൽ IP അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഉള്ള ഗ്ലോബൽ IP അഡ്രസ്സിനെ തിരിച്ച് ലോക്കൽ IP അഡ്രസ്സിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്തിനാണ്? ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, അല്ലേ? ലോക്കൽ ഹോസ്റ്റ് വഴി ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ നാറ്റ് ട്രാൻസ്ലേഷൻസ് പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. ഓൾസോ ഇറ്റ് ഡസ് ദി ട്രാൻസ്ലേഷൻ ഓഫ് എ പോർട്ട് നമ്പർ ദാറ്റ് ഈസ് മാസ്ക് ദി പോർട്ട് നമ്പർ ഓഫ് ദി ഹോസ്റ്റ് വിത്ത് അനദർ പോർട്ട് നമ്പർ in the packet that will be routed to the destination. It then make that the corresponding entries of IP address and port number in the NAT table. NAT generally operate on router on firewall. കൂടാതെ ഇതിന് വേറൊരു ഉപയോഗമുണ്ട്. പോർട്ട് നമ്പേഴ്സ്, അതായത് ഒരു സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് പാക്കറ്റ് സെൻഡ് ചെയ്യണമെങ്കിൽ ആ പാക്കറ്റിൽ ഒരു നാറ്റ് ടേബിൾ കീപ്പ് ചെയ്യും. നാറ്റ് ടേബിൾ കീപ്പ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ സെൻഡ് ചെയ്യുന്ന സോഴ്സിൻ്റെ IP അഡ്രസ്സും അതുപോലെ തന്നെ എൻ്റെ പോർട്ട് നമ്പറും തിരിച്ച് ആ പാക്കറ്റ് ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ എത്തിച്ചു വരുന്നുണ്ട് ആ ഡെസ്റ്റിനേഷൻ്റെ IP അഡ്രസ്സും പോർട്ട് നമ്പറും ആ ഒരു നാറ്റ് ടേബിളിൽ ഉണ്ടാകും. ഓക്കെ, ഇത് ജനറലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫയർവാൾ, റൗട്ടർ തുടങ്ങിയവയിലൊക്കെയാണ് ഈ നാറ്റ് ടേബിൾ യൂസ് ചെയ്യുന്നത്. ദ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻസ് വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. Generally, the border router is configured for NAT, that is a router which has one inference in interface in local network and one interface in the global network. When a packet travels outside the local network, then NAT convert that local IP address to global IP address. When a packet enters the local network, the global IP address is converted to the local IP address. അതായത് നമുക്കിവിടെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അതിൽ കുറച്ചുകൂടെ ക്ലിയർ ആകും. എനിവേ, ഇത് ബോർഡർ റൗട്ടേഴ്സ് കോൺഫിഗറേഷനിലാണ് നമ്മൾ പറഞ്ഞു നമ്മുടെ നാറ്റ് ടേബിൾ ഉണ്ടാകും, പോർട്ട് അഡ്രസ്സും ഉണ്ടാകും, IP അഡ്രസ്സ് ഉണ്ടാകും. ദി റൗട്ടർ വിച്ച് ഹാസ് വൺ ഇൻ്റർഫേസ് ഇൻ ലോക്കൽ നെറ്റ്വർക്ക് ആൻഡ് വൺ ഇൻ്റർഫേസ് ഇൻ ഗ്ലോബൽ നെറ്റ്വർക്ക്. റൗട്ടറിൻ്റെ അകത്ത് രണ്ട് ഇൻ്റർഫേസുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്, ടേബിൾസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലോക്കൽ, അതായത് അതിൻ്റെ അകത്തുള്ള ആ നെറ്റ്വർക്സിനകത്തുള്ള ഡിവൈസുകളുടെ ഇൻഫർമേഷനും അതുപോലെ നെറ്റ്വർക്സിന് വെളിയിലേക്ക് ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസുകളുടെ information. When a packet travels outside the local inside network, then NAT convert local private IP address to global private IP address. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, നെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്ട് യു മീൻ ബൈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഗൂഗിൾ എന്ന് പറയുന്നത്, അതായത് ഗൂഗിൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ് ബ്രൗസറാണ് അല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നത് വാട്ട് ഈസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതേപോലെ വേറൊരു ഒരാൾ ടൈപ്പ് ചെയ്യുന്നത് വാട്ട് യു മീൻ ബൈ TCP/IP പ്രോട്ടോക്കോൾസ് എന്നായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഈ സെയിം ടൈം ഒരേ സമയത്ത് തന്നെയാണ് ഞാൻ ഈ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ റിക്വസ്റ്റ് ഗൂഗിൾ സെർവറിലേക്ക് പോവുകയാണ്. അതായത് ലോക്കൽ നെറ്റ്വർക്ക്സിൽ നിന്നും, ഇൻസൈഡ് ദി നെറ്റ്വർക്ക്സിൽ നിന്നും ഗ്ലോബൽ നെറ്റ്വർക്ക്സിലേക്ക് അത് പോവുകയാണ്. തിരിച്ച് ഗ്ലോബൽ നെറ്റ്വർക്ക്സിൽ നിന്നും വരുന്ന ആ ഒരു ഇൻഫർമേഷൻ, വാട്ട് ഈസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ള ഇൻഫർമേഷൻ ഞാനാണ് സെർച്ച് ചെയ്ത് എൻ്റെ സിസ്റ്റത്തിൻ്റെ IP അഡ്രസ്സിലേക്ക് വേണം എനിക്ക് ആ റിസൾട്ട് കിട്ടാൻ വേണ്ടി. അതായത് ഗ്ലോബലിൽ നിന്ന്
നിന്നും ലോക്കലിലേക്ക് വരികയാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ വരുമ്പം ഞാൻ സെർച്ച് ചെയ്ത പർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ റിസൾട്ട് തന്നെ വേണം എനിക്ക് കിട്ടാൻ. അറ്റ് ദ സെയിം ടൈം വേറൊരാൾ TCP/IP ആണ് സെർച്ച് ചെയ്തെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട ഇൻഫർമേഷൻ എന്താണ്? TCP/IP ഇൻഫർമേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ ഗ്ലോബലിൽ നിന്നും റൗട്ടേഴ്സിലേക്ക് വന്നു കഴിയുമ്പം സെർച്ച് ചെയ്ത പർട്ടിക്കുലർ IP അഡ്രസ്സിലേക്ക് വേണം അവരുടെ ഇൻഫർമേഷൻസ് പോകാൻ. അപ്പോൾ ഇതാണ് ഇൻസൈഡും ഔട്ട്സൈഡ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. വെൻ എ പാക്കറ്റ് എൻറ്റേഴ്സ് ദി ലോക്കൽ നെറ്റ്വർക്ക് ദി ഗ്ലോബൽ IP address is converted to local IP address. If NAT run out of address, that is no address is left in the pool configured, then the packet will be dropped and an internet control message protocol host unreachable packet to the destination is sent. അപ്പോൾ ഞാൻ ഈ റിക്വസ്റ്റ് സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്തെന്ന് പറയുന്ന ഒരു റിക്വസ്റ്റാണ് ഞാൻ കൊടുത്തത്. തിരിച്ചത് വരുന്ന സമയത്ത് എൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ കട്ടായി പോയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ എന്താണ് റൗട്ടറിൽ വന്നിരിപ്പുണ്ട്, പക്ഷേ നെറ്റ്വർക്ക്സിൻ്റെ കണക്ഷൻ അവിടെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ വരും. ICMP ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ ഹോസ്റ്റ് അൺറീച്ചബിൾ പാക്കറ്റ് ടു ദി ഡെസ്റ്റിനേഷൻ ഈസ് സെൻഡ്. സോഴ്സിൽ നിന്നും എനിക്ക് വരേണ്ട പാക്കറ്റ് കൺട്രോൾ, അതായത് ഇൻ്റർനെറ്റിൻ്റെ ഒരു കോൺഫിഗറേഷൻസ് പ്രോബ്ലം, ഇൻ്റർനെറ്റ് കട്ടായി പോയിൻ്റ് ഇഷ്യൂ കൊണ്ട് ഡെസ്റ്റിനേഷനിലേക്ക് ആ പാക്കറ്റ് എത്തിച്ചേരാൻ സാധിച്ചില്ല. ഓക്കെ, ഇനി NAT ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് അഡ്രസ്. ഇൻസൈഡ് റിഫേഴ്സ് ടു ദി അഡ്രസ് വിച്ച് മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ്. ഔട്ട്സൈഡ് റിഫർ ടു ദി അഡ്രസ് വിച്ച് ആർ നോട്ട് ഇൻ കൺട്രോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇൻസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ളതാണ്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് ആർ നോട്ട് ഇൻ കൺട്രോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻസ്. ദിസ് ആർ ദി നെറ്റ്വർക്ക് അഡ്രസ് ഇൻ വിച്ച് ട്രാൻസ്ലേഷൻ ഓഫ് ദി അഡ്രസ് വിൽ ബി ഡൺ. ഓക്കെ, അപ്പോൾ നോക്കുക, ഒരു റൗട്ടറുണ്ട്, ഇൻസൈഡ് ലോക്കൽ അഡ്രസ്സ് ഉണ്ട്. ദെൻ ഹിയർ ഇൻസൈഡ് ലോക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് 1.192.168.1.1/24. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം ഏതാണ് നമ്മുടെ മാസ്ക് അഡ്രസ്സ്. 24 ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, 24. അതേപോലെ ഈ റൗട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് വഴി കണക്ട് ചെയ്തിട്ടുള്ള നോക്കുക, ഒരു 1/24 എന്ന് പറയുന്ന അഡ്രസ്സ് ഉണ്ട്. ദെൻ ഇവിടെ നോക്കുക, റൗട്ടർ R1 ഉണ്ട്, ഇത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, പബ്ലിക് നെറ്റ്വർക്ക്സ് അല്ലേ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ, ഇൻസൈഡ് ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് പോകുന്ന റിക്വസ്റ്റ് ഇൻ്റർനെറ്റ് വഴി ദെൻ ഔട്ട്സൈഡ് ലോക്കൽ സെർവറുമായി കണക്ട് ചെയ്യുന്നു. തിരിച്ച് അവിടെ നിന്ന് വരുന്ന റെസ്പോൺസ് ഈ റൗട്ടർ ത്രൂ ഇൻ്റർനെറ്റ് ത്രൂ R1 എന്ന് പറയുന്ന റൗട്ടറിൽ എത്തിച്ചേരുന്നു. ഇത്രയും ഉള്ളൂ. ഇൻസൈഡ് ലോക്കൽ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റവും ഔട്ട്സൈഡ് ലോക്കൽ എന്ന് പറയുന്നത് ഗൂഗിൾ സെർവറാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മളൊരു സെർച്ച് ചെയ്യുന്ന കാര്യം നമ്മുടെ റൗട്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും കണക്ട് ചെയ്യുന്ന കാര്യം ഇൻ്റർനെറ്റ് വഴി ഗൂഗിൾ സെർവറിലേക്ക് എത്തിച്ചേർന്നു. ഗൂഗിൾ സെർവറിൽ നിന്നും തിരിച്ച് ഇൻ്റർനെറ്റ് വഴി ഈ റൗട്ടർ വഴി നമ്മുടെ ഇൻസൈഡ് ലോക്കലിലേക്ക് എത്തിച്ചേരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻസൈഡ് ലോക്കൽ, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ലോക്കൽ എന്ന് പറയുന്നത്. ഇൻസൈഡ് ലോക്കൽ അഡ്രസ് ആൻഡ് IP address that is assigned to the host on inside network. The address is probably not an IP address assigned to the service provider. These are private IP address. This is the inside host seen from the inside network. Inside ലോക്കൽ അഡ്രസ്സ് എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ കൂടെ പറയാം, നമ്മുടെ ലാബിലുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം അതൊരു ഇൻസൈഡ് ലോക്കൽ അഡ്രസ്സാണ്. ഒരു 15 സിസ്റ്റം ഉണ്ടെങ്കിൽ 15 കണ്ടിന്യൂസ് ആയിട്ടുള്ള അഡ്രസ്സ് ആയിരിക്കും അവിടെ IP അഡ്രസ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ആ ഒരു IP അഡ്രസ്സിനെ പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് ഔട്ട്സൈഡേഴ്സിന് കൺട്രോൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇൻസൈഡ് ഗ്ലോബൽ അഡ്രസ്സ്, IP അഡ്രസ് ദാറ്റ് റെപ്രസെൻറ്റ് വൺ ഓർ മോർ ഇൻസൈഡ് ലോക്കൽ IP അഡ്രസ് ടു ദി ഔട്ട്സൈഡ് വൈഡ്. ദിസ് ഈസ് ദി ഇൻസൈഡ് ഹോസ്റ്റ് ആൻഡ് സീൻ ഫ്രം ദി ഔട്ട്സൈഡ് നെറ്റ്വർക്ക്. ഇൻസൈഡ് ഗ്ലോബൽ അഡ്രസ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ ലാബിലുള്ള 15 സിസ്റ്റം കണക്ട് ചെയ്തിട്ടുള്ള ഒരു സെർവർ ഉണ്ടാവുമല്ലോ, ആ സെർവറാണ് ഇൻസൈഡ് ഗ്ലോബൽ അഡ്രസ്സുമായിട്ട് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്സൈഡ് ലോക്കൽ അഡ്രസ്സ് എന്താണ്? This is the actual IP address of the destination host in the local network after translation. Outside global address, this is the outside host and seen from the outside network. It is the IP address of the outside destinations host before translations. അപ്പോൾ ഇതാണ് ഇൻസൈഡ് ലോക്കൽ അഡ്രസ്സ്, ഇൻസൈഡ് ഗ്ലോബൽ അഡ്രസ്സ്, ഔട്ട്സൈഡ് ലോക്കൽ അഡ്രസ്സ്, ഔട്ട്സൈഡ് ഗ്ലോബൽ അഡ്രസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് നോൺ ആസ് NAT, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻസ്. താങ്ക് യു.